വർണ്ണക്കാഴ്ചകളൊരുക്കി ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് എറണാകുളം തൃപ്പൂണിത്തുറയിൽ അല്പസമയത്തിനകം തുടക്കമാകും. ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ അത്തം നഗറിൽ മന്ത്രി എം. രാജേഷ് അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി. രാജീവ് അത്തപ്പതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളുമായി ഘോഷയാത്രയെ അണിനിരക്കുന്നത് നിരവധി കലാകാരന്മാരാണ്. അവിടെ എല്ലാം ഉണ്ട്. അവിടെ പുലികളിയുണ്ട്. നമ്മൾ ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങൾ അവിടെയുണ്ട്. 60-ലധികം കലാരൂപങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്ന ഒരു രസമുള്ള ഒരു ബാനർ, ഇക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു ബാനർ അതിൻ്റെ മുന്നിൽ പിടിക്കുന്നു. തൊട്ടു പിന്നാലെ വരുന്നു പുലികളി സംഘം. മാവേലിയും വാമനനും ഒരുമിച്ച് പോകുന്നു. തൊട്ടു പിന്നാലെ വരുന്നു തെയ്യം. അങ്ങനെ പിന്നാലെ ഓരോ കേരളത്തിൻ്റെ നാടൻ കലാരൂപങ്ങൾ. അതാ മതമൈത്രി വിളിച്ചു ഓതുന്ന ആണ് ആ 3 വസ്ത്രധാരികൾ. അതിന് തൊട്ടു പിന്നാലെയുണ്ട്. മാർഗംകളിയുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ കളികളും കേരളത്തിൻ്റെ എല്ലാ അതിമനോഹരമായ നൃത്തരൂപങ്ങളാണ് നിരത്തിക്കൊണ്ട് സൂപ്പറായിട്ടുള്ള അതും അതിമനോഹരമായിട്ടുള്ള ഘോഷയാത്ര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. സ്മിത ഹരിദാസ് വിവരങ്ങളുമായി ചേരുന്നു. സ്മിത, ഞാൻ നേരത്തെ ആൻമേരിയോട് പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഓരോ തവണ പൂരം കാണുമ്പോഴും ഓരോ പൂരവും പുതിയതായി തോന്നും. ഓരോ തവണയും അത്തച്ചമ ഘോഷയാത്ര കാണും. കഴിഞ്ഞ തവണ ഇതൊക്കെ ഒരു വർഷം ഉണ്ടാവുന്നതായിരിക്കും, പക്ഷേ ഓരോ തവണയും അത് കണ്ണിന് വിസ്മയമാണ്. സ്മിത. അതെ ഹാഷ്മി, അത് അങ്ങനെ തന്നെയാണ്. ഓരോ തവണയും ഓരോ വ്യത്യസ്തത കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാമനനും മഹാബലിയും ഒക്കെ ഒരുമിച്ചാണ്, കണ്ടില്ലേ, ഒരുമിച്ച് നിന്ന് അതൊരു വലിയ സന്തോഷമാണ് അല്ലേ. നമുക്കിങ്ങനെ വാമനൻ വരുന്നു, 3 അടി ചോദിക്കുന്നു, പോകുന്നു എന്നുള്ളത് മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇതൊരു അപൂർവമായ കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ ഒരുമിച്ച് ഇത് ഓരോ സ്കൂളിൽ നിന്നും ഓരോ കുട്ടികളാണ്. നിങ്ങൾ സെന്റ് ജോസഫ് CGHSS. അപ്പൊ നിങ്ങൾ എത്ര പേരാണ്? സ്കൂള് പകുതിയുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂൾ കുട്ടികളുണ്ട്. ആ ചുറ്റിലും ഹാഷ്മി ഇങ്ങനെ നിരന്ന ആളുകള്, അതായത് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളെ കൂടാതെ നഗരം മുഴുവൻ നിറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട്. എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും ഓരോ തവണയും വ്യത്യസ്തമായി അത് അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ നാടിന്റെ ഒരു നന്മ അതിവിടെ കാണാൻ കഴിയും. അതായത് തൃപ്പൂണിത്തുറയിൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറഞ്ഞതുപോലെ ഓരോ വീടിന്റെ മുന്നിലും നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി, ശുദ്ധജലം കിട്ടാൻ വേണ്ടിയൊക്കെ അവരെല്ലാവരും തന്നെ അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ആതിഥേയരായി മാറുന്ന ഒരു കാഴ്ചയാണ് അതിഥികൾക്കായി. നമ്മളിപ്പോൾ ആ ഗ്രൗണ്ടിന്റെ തുടക്കത്തിൽ നിന്നുള്ള ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. തൃപ്പൂണിത്തുറയുടെ രാജനഗരി എന്ന് പറയില്ലേ, ആ രാജവീഥി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. നാനാജാതി മതസ്ഥർ ഇതിലുണ്ട്. നമ്മുടെ ഓണത്തെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും അത് എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അതിന്റെ ഒരു വിളംബരം അത്തച്ചമയ ഘോഷയാത്രയിലൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ്. എല്ലാ ജാതി മതസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരെത്തിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്. അതങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നിലും വരുന്നുണ്ട് നല്ല തെയ്യം തിറയും കരകാട്ടവും. അപ്പം തന്നെ ഗൊറില്ല അവരുടെ ടീമുണ്ട്. അങ്ങനെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ. മുത്തുക്കുട, നമ്മുടെ ഓലക്കുട ചോടിയ മലയാളി മംഗമാരിങ്ങനെ വരിവരിയായി നടന്നു പോകുന്നതാണ്. എന്ത് ഭംഗിയാന്ന് തോന്നുന്നു. എത്ര വർണ്ണ പകിട്ടാണ്. മോളുടെ പേരെന്താ? റോസി. ഏത് സ്കൂളാണ് മോള്? സെന്റ് ജോസഫ്. എത്ര ക്ലാസ്സിലുള്ളവരാണ്? 10th. അല്ല, ഇവിടെ 10th, പലവരും വേറെ ക്ലാസ്സിലൊക്കെയാണ്. വലിയ പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് കൊടയുണ്ട്. ഞങ്ങള് ഒരു 6:30 ഓളം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ ഓളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇതാരൊക്കെയാ? ഇത് നിങ്ങളാരൊക്കെയാ? ഭരതനാട്യം. ഞങ്ങള് ഭരതനാട്യങ്ങളാ. മോഹിനിയാട്ടി എന്നൊക്കെ വിളിക്കുന്നു. നിങ്ങൾ ഏത് സ്കൂളാ? സെയിം സ്കൂളാണോ? സെന്റ് ജോസഫ് തന്നെ. അപ്പൊ നിങ്ങൾ പല വേഷങ്ങളുണ്ട് അല്ലേ? ഈ പുറകിൽ വരുന്നത് ആരാ? ദേവിയാണോ? ഓക്കെ, ഓലക്കുട പിടിച്ചാൽ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് വെയിലുണ്ടോ? വെയിൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുടയുണ്ടെന്ന്. ബാക്കി പാവങ്ങൾക്ക് കുടയില്ല. പക്ഷെ അവിടെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒന്നും ഏതെങ്കിലും തരത്തിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ ആ പ്രൗഢി, ആ പൊലിമ അത് ഒരു കാലത്തും കുറയാറില്ല. അതങ്ങനെ മനോഹരമായി അവിടെ കൃഷ്ണനും രാധമാരും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കരകാട്ടം, പുലികളി കണ്ടില്ല. അങ്ങനെ പല അർത്ഥത്തിലുള്ള പല രീതിയിലുള്ള കഥകളിയുണ്ട്, കൂടിയാട്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഏതാണ് ഇതിലില്ലാത്ത എന്നത് മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.